വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് പുതുതായി നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമാണ് ഇന്ന് നടക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കാര്യക്ഷമവും ശക്തവുമായ പൊതു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനമാണ് നമ്മുടെ സർവീസ് കമ്മീഷൻ. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനോളം വിപുലമായ രീതിയിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന മറ്റൊരു പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു സംസ്ഥാനത്തുമില്ല എന്നതാണ് വസ്തുത. 1956 നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യക്ഷമതയോടെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവരുടെ കൃത്യനിർവഹണം നടത്തി വരുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന നിഷ്പക്ഷവും നീതിപൂർവവുമായ സമീപനം PSCക്ക് തുടർച്ചയായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ തസ്തികകൾ അതിൻ്റെ ഭാഗമായി തന്നെ PSC നിയമനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനിടയായി. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവീസ് മുതൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക വരെ നീളുന്ന 1760ഓളം വിവിധ തസ്തികകളിലേക്ക് ഇന്ന് കേരള PSC നിയമനം നടത്തുന്നുണ്ട്. ഇത് പ്രതിവർഷം 1000ഓളം റാങ്ക് ലിസ്റ്റുകളാണ് PSC പ്രസിദ്ധീകരിക്കുന്നതെന്ന് കാണുമ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളും ആശ്ചര്യപ്പെടും. 25,000ഓളം അഭിമുഖങ്ങൾ നടത്തുക, 30,000ഓളം നിയമന ശുപാർശകൾ ചെയ്യുക, അത്രമേൽ ബൃഹത്തായ ഒരു റിക്രൂട്ടിംഗ് സ്ഥാപനമായി PSC വളർന്നിരിക്കുന്നു. കേരള PSCക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും ഗുണവും ഏത് മാറ്റവും അതിവേഗതയിൽ ഉൾക്കൊള്ളാനാകുമെന്നുള്ളതാണ്. നേരത്തെ എഴുതി അപേക്ഷിക്കുന്ന നിലയിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകളിലേക്ക് പെട്ടെന്ന് തന്നെ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എഴുത്തു പരീക്ഷകളിൽ നിന്ന് ഓൺലൈൻ പരീക്ഷകളിലേക്കും മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ വിജ്ഞാപനമിറങ്ങി 5-6 വർഷം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിക്കാൻ
PSCക്ക് കഴിയുന്നത്. മൂല്യനിർണ്ണയത്തിൽ, റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ രീതിയിൽ മികവ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തസ്തികകളുടെ വിജ്ഞാപനമിറക്കുന്നത് മുതൽ നിയമന ശുപാർശ നൽകുന്നതുവരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ കാര്യക്ഷമത, വിശ്വാസ്യത, സുതാര്യത ഇതെല്ലാം ഉറപ്പാക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് നമ്മുടെ PSC. ഇതിൽ ഇത്തരമൊരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായും ചിലർ അനാവശ്യമായ ചില പരാതികൾ തന്നെ ഉന്നയിച്ചു എന്ന് വന്നേക്കാം. അതിൽ റാങ്ക് ലിസ്റ്റ് ഒരു കാരണമായി തീരുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. റാങ്ക് ലിസ്റ്റ് യഥാർത്ഥ ഉദ്യോഗം ലഭിക്കുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയല്ല തയ്യാറാക്കുന്നത്. സ്വാഭാവികമായും കുറച്ചെണ്ണം കൂടുതൽ വേണം. പക്ഷേ ഇവിടെ ആ കുറച്ചെണ്ണമല്ല, വലിയ തോതിൽ വീർപ്പിച്ച ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിയമനം ലഭിക്കുന്നതിൻ്റെ പല മടങ്ങ് ആളുകൾ നിയമനം ലഭിക്കാത്തവരായി ഒരു ലിസ്റ്റിലുണ്ടാകും. അപ്പോൾ അവരെല്ലാം റാങ്ക് ലിസ്റ്റിൽ വന്നതോടുകൂടി തങ്ങൾക്ക് നിയമനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 10 പേരെ നിയമിക്കേണ്ടടുത്ത് 50 പേരെ ഉള്ള ലിസ്റ്റ് തയ്യാറാക്കിയാൽ പിന്നെ 40 പേര് വലിയ നിരാശയിലാവുമല്ലോ. ഒരു 5 ഇരട്ടി വരെയുള്ള ലിസ്റ്റ് ഇറക്കുന്ന നിലയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതിൽ ഒരു ഘടകം നേരത്തെയുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിലേക്ക് സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് നിയമനം നടത്താൻ പറ്റും. അപ്പോൾ സംവരണത്തിന് അർഹതപ്പെട്ട ചില പോസ്റ്റുകളിൽ ആളെ ലഭിച്ചില്ല എന്ന് വന്നപ്പോൾ അന്ന് കണ്ടൊരു എളുപ്പമാർഗമായിരുന്നു ഈ ലിസ്റ്റ് പെരുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആളെ കിട്ടാനിടയാകും എന്നാണ് കണ്ടത്. ഇതാണ് ഭൂരിഭാഗം ആളുകൾക്കും നിയമനം ലഭിക്കാതിരിക്കുന്നതിന് ഇടയാക്കുന്ന കാരണം. ഇവിടെ സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുക എന്നത് നമുക്കെല്ലാം താല്പര്യമുള്ള കാര്യമാണ്. അതിലാണ് സർക്കാർ പ്രതിബദ്ധതയോടെ ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു പ്രശ്നം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ലഭ്യമാകുന്ന മുഴുവൻ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ചെയ്യാൻ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ അവലോകനം ചെയ്യാനുള്ള സംവിധാനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം എടുത്താൽ
1,61,361 നിയമനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് PSC മുഖേന നടന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഓക്കിയും നിപായും മഹാപ്രളയവും തുറന്നുണ്ടായ കാലവർഷക്കെടുതിയും ഇപ്പോൾ നാം മാത്രമല്ല ലോകമാകെ നേരിടുന്ന കോവിഡ് മഹാമാരി. എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ PSCയുടെ പ്രവർത്തനം സ്തുത്യർഹമായ രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് ഈ നിയമനത്തിൻ്റെ എണ്ണം കാണിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇക്കാലത്ത് ഉയർന്നു വന്നിട്ടുള്ളൊരു നിലയുണ്ട്. അത് പൊതുസംരംഭങ്ങൾ, സേവനങ്ങൾ, ഇവയിൽ നിന്നെല്ലാം സർക്കാരുകൾ പിൻവാങ്ങുക എന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള പിൻവാങ്ങലിൻ്റെ ഒരു നിലയും സ്വീകരിക്കാതെയാണ്, അതിൻ്റെ ഒരംശവും ഉൾക്കൊള്ളാതെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ കോവിഡ് കാലം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ആവശ്യമായ തോതിലുള്ള നിയമനങ്ങൾ നടത്താത്ത പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ആവശ്യമായ രീതിയിൽ നിയമനം നടത്തിയ നമ്മുടെ സംസ്ഥാനവും കോവിഡിനെ നേരിടുമ്പോൾ ഉണ്ടായ നില നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. നമുക്ക് പൊതുജനാരോഗ്യ സംവിധാനം കാര്യക്ഷമതയോടെ നിലനിർത്താൻ കഴിഞ്ഞത് പൊതുവെ തന്നെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ സിവിൽ സർവീസ് ശക്തമാക്കുക എന്ന നില തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിന് PSCയുടെ പ്രവർത്തനം വലിയ ചുമതല നിർവഹിക്കുന്ന ഒരു ഏജൻസി എന്ന നിലക്ക് PSCയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റുക, ആവശ്യമായ പശ്ചാത്തല സൗകര്യം അതിനൊരുക്കുക, എല്ലാ പിന്തുണയും PSCക്ക് നൽകുക. ഇതാണ് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം. ഇപ്പോൾ സർക്കാർ സർവീസിലേക്കുള്ള ഒഴിവുകൾ യഥാസമയം ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. മുഴുവൻ വകുപ്പുകളിലെയും ഒഴിവുകൾ കൃത്യതയോടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചീഫ് സെക്രട്ടറി നേതൃത്വമുള്ള സമിതിയെക്കുറിച്ച്. ആ സമിതിയിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അംഗങ്ങളായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പ്രശ്നം വരുന്നത് ഈ ചീർത്തു വരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ജസ്റ്റിസ് ദിനേശൻ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും PSCക്ക് ഓൺലൈൻ പരീക്ഷകൾ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ഇത്രയും ജില്ലകളിലായി 887 പേർക്ക് ഓൺലൈൻ പരീക്ഷ എഴുതുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇവിടെ പാലക്കാട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓഫീസിൽ
345 പേർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടാകും. കോട്ടയത്ത് PSC ഓഫീസ് കെട്ടിടത്തിൻ്റെയും ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. കണ്ണൂർ, തൃശ്ശൂർ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൻ്റെ ഭാഗമായി മാറ്റിവെച്ച പരീക്ഷകളും അഭിമുഖങ്ങളും ജൂലൈ മാസം മുതൽ പുനരാരംഭിച്ചിട്ടുണ്ട്. KS തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. ഇനി അവശേഷിക്കുന്നത് അഭിമുഖം മാത്രമാണ്. സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ഇതുകൂടി പൂർത്തീകരിക്കും. നവംബർ 1 KS തസ്തികയിലേക്ക് നിയമനം ശുപാർശ ചെയ്യാനാണ് PSCയുടെ തീരുമാനം. അപ്പോൾ സിവിൽ സർവീസിലേക്ക് ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം കേരള PSCയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നു. എൻട്രി കേഡറിൽ സർവീസിൽ പ്രവേശിക്കുന്ന ഒരാളാണ് ഭാവിയിൽ ഉയർന്ന തസ്തികയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവും കാര്യക്ഷമതയും പരിശോധിക്കപ്പെടണമെന്നതിൽ തർക്കമില്ല. അതിനുതകും വിധം പരീക്ഷാ സിലബസിൽ ആവശ്യമായ മാറ്റം കൊണ്ടുവരാനാകണം. സർക്കാർ ജോലി എന്നത് ജീവനോപാധി മാത്രമല്ല, ജനസേവനം കൂടിയാണ് എന്നുള്ള ബോധം ഉദ്യോഗാർത്ഥികളിൽ ഉണർത്താനാകും വിധം സിലബസിൽ മാറ്റം വരുത്താനും കഴിയണം. ഇത്തരത്തിൽ ജനോപകാരപ്രദമായ നിലയിൽ സിവിൽ സർവീസ് കെട്ടിപ്പടുക്കുന്നതിനായി PSC നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. നാടിൻ്റെ ആകെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ ഓഫീസ് നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.